രാജാക്കാട് സിന്ധു വീണ്ടും കളത്തിലിറങ്ങി. ഇത്തവണ കൈ ചൂണ്ടി സൗഖ്യം. സിന്ധു മാമിയെ അറിയില്ലേ? രാജാക്കാട് സിന്ധു. യോം കിപ്പൂർ പ്രാർത്ഥന. നിലവിളിക്കുന്ന പാപങ്ങൾ ചെയ്ത കാർന്നോന്മാരുടെ മക്കൾക്ക് ദമ്മണി കൊടുത്താൽ പാപപരിഹാരക്രിയ ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കുന്ന സിന്ധു മാമി അഥവാ കാതറിൻ മറിയം. വെള്ളയും ഒക്കെ ഇടിയിപ്പിച്ച് ഒരു മറിയമാക്കാനാണ് ശ്രമം. പക്ഷേ മറിയാമ്മ ആയിപ്പോയി. തിമിംഗല സർദി, ഇരുതലമൂരി ഒക്കെ കച്ചവടം ചെയ്യുന്ന വട്ടോളി പൊർജു എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കണം. മകാ ഫ്രോഡുകളാണ്. ഇതിലും വലിയ ചില ഫ്രോഡുകളുണ്ട്. മാതാവിനെ വെച്ച് മൊത്തക്കച്ചവടം നടത്തുന്ന കേരളത്തിലെ ആത്മീയ കുർവാ സംഘത്തിലെ പ്രമുഖർ കുർവാസന പാതിരിയും തൊട്ടടുത്ത് സിന്ധുമാമിയും കൂട്ടാളി ടോം സക്കറിയ അപ്പാപ്പനുമാണ്. മാതാവിനെ മുന്നിൽ നിർത്തിയാണ് ഇവിടെ സകല തരികടകളും. തമ്പുരാന്റെ അമ്മയെ വരെ വിറ്റ് തിന്നുന്ന ഇവർ ശരിക്കും ആരാണ്? കൊറോണ കാലത്ത് അമ്മായിയും അപ്പാപ്പനും ഷെഡിൽ കയറുകയും അത് കഴിഞ്ഞ് പതുക്കെ അനങ്ങി തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളൊരു പൊങ്കാലയിട്ടപ്പോൾ അതിനൊരു തീരുമാനമാകുകയും ചെയ്തതാണ്. അറിയാവുന്ന ഫ്രാഡ് വേലകളും മറ്റും കാണിച്ച് 10 പുത്തനുണ്ടാക്കാൻ നീയൊന്നും സമ്മതിക്കത്തില്ലല്ലേ, നീയൊക്കെ ഓന്ത് വെട്ടിച്ചാകുമെന്ന് അന്ന് ശപിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ മാതാവേ അങ്ങ് മിന്നിച്ചേക്കണേ എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ വരവറിയിച്ച് ഒരു രോഗസൗഖ്യ പരിപാടി അങ്ങ് നടത്തുകയുണ്ടായി. ഇന്നലെ വന്നവന്മാർ പോലും രോഗസൗഖ്യ പരിപാടി നടത്തി കാശ് വാരിക്കൂട്ടുകയാണ്. ഈ ഫീൽഡിൽ നേരത്തെ വന്ന തയക്കവും ഭയക്കവുമുള്ള ഇവർ നോക്കിയിരുന്ന് സ്വത്രം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് സിന്ധു മാമിയും അപ്പാപ്പനും പയറ്റു തുടങ്ങുകയാണ്. അമർത്തി കുലുക്കി ഒന്ന് സഹായിച്ചേക്കണം പ്ലീസ്. നിങ്ങൾക്ക് അനുഗ്രഹം അമർത്തി കുലുക്കി കിട്ടണമെങ്കിൽ മതി. എന്നാ പിന്നെ തുടങ്ങാം. മാമി ബാ, പരിപാടിക്ക് സമയമായി. കൈയടിച്ച് 2-3 സൂത്രം പറഞ്ഞാട്ടെ. ഒരൊറ്റ തവണ എൻ്റെ ചൂണ്ടുവിരൽ നിങ്ങളെ കടന്നു പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരൊറ്റ തവണയെ ചൂണ്ടുവിരൽ കടന്നു പോവുകയുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റെഡിയായി നിൽക്കുക. ഒരൊറ്റ ആളെ ഒഴിയാതെ എൻ്റെ ചൂണ്ടുവിരൽ ഒരു തവണ നിങ്ങളെ കടന്നു പോകും. നിങ്ങൾക്ക് ഏത് രോഗം വേണമെങ്കിലും, ക്യാൻസർ, ട്യൂമർ തുടങ്ങി സോറിയാസിസ്, മാനസിക രോഗം, ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, വിട്ടുമാറാത്ത മാനസിക രോഗങ്ങൾ മുതൽ എന്തും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രശ്നം ഏതുമായിക്കോട്ടെ, കൃമികടി തൊട്ട് ബ്രെയിൻ ട്യൂമർ വരെ രാജാക്കാട് സിന്ധു ചൂണ്ടി മാറ്റിക്കളയും. അപ്പോൾ വിരലിന്റെ അറ്റത്തോട്ട് സൂക്ഷിച്ചു നോക്കി നിന്നോളുക. ഒരൊറ്റ തവണ ഇരിക്കുന്ന ഒരൊറ്റ ആളെ, അയാൾക്ക് സ്വന്തമായിട്ട് നടുവിൽ ഉയർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തതാണെങ്കിൽ ഇരിക്കുന്ന ഒരൊറ്റ ഒരാളെ എൻ്റെ ആത്മാവ് സ്പർശിക്കില്ല. അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. കേട്ടല്ലോ? ഇരിക്കുന്ന ഒറ്റ ഒരാളെയും സിന്ധുവിന്റെ ആത്മാവ് സ്പർശിക്കൂല. ഇരിക്കുന്നവരെ ആത്മാവിന് ഇഷ്ടമല്ല പോലും. ഇടേ, അല്പം ബഹുമാനമൊക്കെ വേണ്ടേ? ആത്മാവിനെ റെസ്പെക്ട് ചെയ്യുവാൻ പഠിക്കുന്നിടേ. എഴുന്നേറ്റ് നിൽക്കാൻ നിന്റെ കാലിന് ബലവും ശേഷിയും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ആദ്യം പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു സൗഖ്യത്തിൻ്റെ മണിക്കൂറാണ്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച സമയം മുതൽ, അതെ, ആപാത്ത പണിക്കിറങ്ങിയ പൈശാചിക ദാസനപ്പുറത്ത് ശ്വാസം കിട്ടാതെ വലിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെ കവിഞ്ഞൊഴുകുന്ന ഒരു സൗഖ്യത്തിൻ്റെ ഒരു നദിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കവിഞ്ഞൊഴുകിയ നദിയിൽപ്പെട്ട് വിശ്വാസികൾ ആരും ഒലിച്ചു പോയിട്ടില്ല എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തണമേ എന്ന് ഞാൻ രാജാക്കാട് സിന്ധുവിന്റെ ആത്മാവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. വിശ്വാസികളെ ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തുതികനെ ഞാൻ അതിലാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അല്പസമയം മതി, അല്പസമയമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് അറിയുന്നു. നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ കേവലം ശാരീരിക രോഗങ്ങളെ മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരും വിശുദ്ധരും ജ്ഞാനികളുമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തക്കവണ്ണം ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുകയാണ്. അയ്യോ മാമി, അത് വേണ്ട. അവർക്ക് ജ്ഞാനം വെച്ചാൽ അത് അപകടമാണ്. ഇതെല്ലാം വയറ്റിപ്പഴപ്പിനുള്ള മാമിയുടെ തള്ളൽ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലായാൽ പൈശാചിക ദാസനെയും ദാസിയെയും വിശ്വാസികൾ കവളമടലിന് അടിച്ചോടിക്കില്ലേ? അതുകൊണ്ട് ജ്ഞാനം കൊടുക്കേണ്ട, സൗഖ്യം മതി. അതാ സേഫ്. ജീസസ്. ഷർട്ടും പാൻറ്റും ഒക്കെ ഇൻസേർട്ട് ചെയ്ത് ഫുൾ സ്ലീവും ഇട്ട് അഭിനയിക്കുവാണെന്ന് തോന്നുകയേയില്ല. പാച്ചർമാർ 11 പേരും നമ്പറും ഒക്കെ നോട്ട് ചെയ്തു വെച്ചു. നല്ല പെർഫോമൻസാണ്.
ജീസസ് നെയിം. ജീസസ്. സ്തോത്രം. ജീസസ്. സ്ത്രീകൾക്ക് സംഗീതം മുതൽ ഇവിടെ ആരംഭിച്ച് എൻ്റെ നേരെ നോക്കൂ. ആണ്ട് സംഗീതം വീണിട്ടുണ്ട്, നന്നായി പറഞ്ഞതുപോലെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. സിന്ധു മാമി അബദ്ധത്തിൽ പേര് വിളിച്ചതാണ് കേട്ടോ. അഭിനയിക്കുവാനുള്ളവരെ മുന്നിൽ ചട്ടം കെട്ടിക്കൊണ്ട് നിന്നതാണെന്ന് ആർക്കും മനസ്സിലായി കാണില്ലല്ലോ അല്ലേ? സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ രോഗം, ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ജീസസ് 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 ജീസസ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും. സ്തോത്രം. മാമി, ഒരു കാര്യം, ആ ക്യാമറമാനെ കൈ ചൂണ്ടി താഴെയിടരുതേ. ലവൻ അതെല്ലാമായിട്ട് മറിഞ്ഞു വീണാൽ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കത്തില്ല കേട്ടോ. സ്തോത്രം സ്തോത്രം. ജീസസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അണ്ണാ, സംഭവം ലേശം ലാഗാകുന്നുണ്ടോ എന്ന് സംശയം. ചെറിയൊരു പാട്ടിട്ട് കൊടുത്തേ, ഒരു ഗുമ്മൊക്കെ വേണ്ടേ? സ്തോത്രം 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 സ്തോത്രം. നിങ്ങൾ സൗഖ്യപ്പെട്ടവര് നിങ്ങൾ മുമ്പോട്ട് വരിക, സമയമെടുക്കരുത്. വേഗം നിന്റെ ശരീരത്തിലുണ്ടായിരുന്ന, നിങ്ങൾ ഗർഭപാത്രത്തിലും മുഴയുണ്ടായിരുന്നവർ, നിങ്ങളുടെ ബ്രസ്റ്റിലും മുഴയുണ്ടായിരുന്നവർ, നിങ്ങളുടെ കക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട് തടിപ്പുണ്ടായിരുന്നവർ പരിശോധിച്ചു. ആരും നോക്കുന്നില്ല, നിങ്ങളെ അമർത്തി നോക്കിക്കുക അവിടെ ഉണ്ടോയെന്ന്. സംശയിച്ച് നോക്കരുത്. നീ അമർത്തിക്കോ. അമർത്തി നോക്കിയിട്ട് അതില്ല, ഒരു അംശം പോലും ഇല്ല, ഒരു ചെറിയ തടിപ്പ് പോലും ഇല്ല എന്ന് നീ അറിയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക വേഗത്തിൽ. നിങ്ങൾക്ക് എന്ത് സൗഖ്യമാണോ കിട്ടിയത് നിങ്ങൾ വേഗത്തിൽ വരിക. വന്നോളൂ. സ്ത്രീകളാദ്യം, പുരുഷന്മാർ, സൗഖ്യപ്പെട്ടവർ, ആർക്ക് വേണമെങ്കിലും വരാം. ഒരു വലിയൊരു നദി അഭിഷേകത്തിൻ്റെ. ഇനി സിന്ധു മാമിയുടെ രണ്ടാമത്തെ അബദ്ധം. സൈജു എഴുന്നേറ്റേ. സൈജു എഴുന്നേറ്റേ. സൈജുവിനെയും മാമി തച്ചിന് വിളിച്ചതല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് മാമിക്ക് വെളിപ്പെടുത്തി കൊടുത്ത പേരാണ്. സൈജു അല്ലേ? അതെ, സൈജു തന്നെ. സഹോദര, മൂന്ന് ചുവട് മുമ്പോട്ട് നിൽക്കുക. തനിച്ച്. സെൽഫ് ഗോൾ അടിച്ച് പൊളിച്ചു കളഞ്ഞല്ലോ മാമി ഈ പരിപാടി. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും തനിച്ച്. നിന്റെ കാലിൻ്റെ അസ്ഥികൾ നിവരട്ടെ. സൈജു, കാല് നിലത്ത് നേരെ വെച്ചു. ചെരിച്ച് ചവിട്ടണ്ട. നിവരട്ടെ. കാൽപാദം നിവരട്ടെ. ആ വളവ് നിവരട്ടെ. ക്ഷമിക്കണം, നിവരുന്നത് ഞങ്ങൾ കാണിക്കൂല കേട്ടോ. സിന്ധു മാമിയുടെ ക്ലോസ് ഫേഷ്യൽ എക്സ്പ്രഷൻ മാത്രമേ ഞങ്ങൾക്ക് കാണിക്കുവാൻ നിവൃത്തിയുള്ളൂ. ആമേൻ. കാൽപാദം നിവരട്ടെ യേശുനാമത്തിൽ. ആമേൻ. സ്തോത്രം. അവിടെ നിന്നു കൈകൾ നസറായൻ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും. പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മധ്യസ്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈവിരൽ നിവർത്തിക്കോ. തന്നെ നിവർന്നോളൂ. അത് നിവരട്ടെ. കൈയുടെ വിരലുകൾ നിവർത്തു. ഷാജു, അങ്ങോട്ട് നിവർത്തു. മാമിയെ നാണം കെടുത്തല്ലേ. എനിക്കറിയാം, കൈയുടെ മുട്ടിന് താഴത്തേക്ക് ബലമില്ല, തളർന്നുപോയി അല്ലേ, ചലിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. പക്ഷെ അത് നിവരും. അത് നിവരണേ മതിയാകൂ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചത് പരിപൂർണ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. കാലിന് അല്പസമയം എടുക്കും. കാല് നിവരാൻ സമയമെടുക്കും. കർത്താവിൻ്റെ ദാസന് ഞാനും താഴേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് കാല് നേരെയാകും. പക്ഷെ
അത് സൗഖ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ കാല് നിവർന്നില്ല. അതിന് ഇത്തിരി കടുത്ത പ്രയോഗം വേണം. അത് പൈശാചികദാസനുള്ളതാണ്. മാമി കൈ ഇപ്പം ശരിയാക്കി തരും. ഞാനിപ്പോൾ സ്പർശിക്കില്ല. അങ്ങനെ തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിക്കും. സൗഖ്യം നിങ്ങളിൽ ആരംഭിച്ചു. നിങ്ങൾ 2004 വന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ഓടി നടക്കാൻ മുൻപിലുണ്ട്. നിങ്ങളുടെ കൈമുട്ടിൽ നിന്ന് നിങ്ങളുടെ കൈയുടെ മുട്ടുകളിലേക്ക് കർത്താവിൻ്റെ ജീവൻ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ മുട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ കൈപ്പത്തി, കൈക്കുഴ, കൈവിരലുകൾ, കൈയുടെ മുട്ടുകൾ, അത് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി കൈയുടെ സൗഖ്യം നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കാലിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്നെ കേൾക്കൂ, നിങ്ങളുടെ കൈകൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിരലുകൾ ചലിക്കാൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൈകൾക്ക് പൂർണ്ണമായ ശക്തി കർത്താവ് തിരിച്ചു തരികയാണ്. അതുകൊണ്ട് കൈവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ ദാസൻ കൈകൾ വെച്ചത് പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ അഭിഷേകം ഇപ്പോൾ നിങ്ങളിൽ ചലിക്കുകയാണ്. ഇദ്ദേഹത്തിന് നടക്കാൻ തോന്നിയാൽ നടക്കുക, ഇരിക്കാൻ തോന്നിയാൽ ഇരിക്കുക. ഇനി ഓടാൻ തോന്നിയാൽ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് പോകരുത്, ഇതിനകത്ത് ഓടണം. എൻ്റെ പൊന്നോ, പണ്ടാ സജിത്ത് ഒരു അമ്മാമ്മയെ ഒരു ഓടിച്ചതാണ്. അന്ന് സജിത്ത് ഓണേറായതാണ്. ഇതുവരെ നാട്ടുകാർ താഴെ വെച്ചിട്ടില്ല. അതോടെ ലവൻ്റെ കാര്യം ഒരു തീരുമാനമാകുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ പൊന്നോ, അങ്ങനെയൊന്നും ഓടിക്കളയരുതേ എൻ്റെ സൈജു കുട്ടാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാണ്. എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുനാമത്തിൽ ചലിക്കുന്നു ചലിക്കുന്നു ചലിക്കുന്നു. ഈശോ വ്യാപരിക്കുന്നു. യേശുവേ, ഈശോ 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 അങ്ങനെ സിന്ധു മാമി പഠിച്ച പണി 18 നോക്കിയിട്ടും നിവർന്നില്ല, അനങ്ങിയുമില്ല. പാപം സൈജു വന്ന പോലെ തിരിച്ചുപോയി. ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കർത്താവിൻ്റെ ദാസനും ഞാനും പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് മാറരുത്. സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൂടെയുള്ളവർ തന്നെ മാമിക്കിട്ടൊരു ചിന്ന പണി കൊടുത്തു. പ്രോഗ്രാം ക്യൂ അനുസരിച്ച് സൈജുവിൻ്റെ എൻട്രി സമയത്ത് സ്ട്രോക്ക് വന്ന് 10-15 വർഷമായി കൈ സ്റ്റിഫായി പോയ ഒരു മനുഷ്യനെ നിർത്തിക്കൊടുത്തു. മാമിയുടെ പ്രാർത്ഥന വെറും ആവിയായിപ്പോയി. ഏതായാലും രോഗസൗഖ്യം തേഞ്ഞൊട്ടി. മാമിയുടെ ആത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു വർക്കിംഗ് സ്പേസ് ഇല്ലാതെ പോയതാണത്രേ കാരണം. എന്നാൽ പിന്നെ വന്ന സ്ഥിതിക്ക് കയ്യിലുള്ളതൊക്കെ അമർത്തിക്കുലുക്കി ബക്കറ്റിലിട്ടാട്ടെ. നിങ്ങളുടെ കയ്യിലെ പഴങ്കഞ്ഞി മാമിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വിശക്കാതിരിക്കുവാനുള്ള മരുന്ന് മാമി തരും. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്ര കാഴ്ച സമർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു വലിയ അഭിഷേകം ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിനും രാജ്യത്തിനും വേണ്ടി അമർത്തി കുലുക്കി നിറച്ചളന്ന് കൊടുക്കുവാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകട്ടെ. കർത്താവിന് കൊടുക്കാൻ തക്കവണ്ണം നിന്റെ സമ്പത്ത് അനുഗ്രഹീതമാകട്ടെ. ഉറക്ക 2 സൂത്രം പറഞ്ഞാട്ടെ മുണ്ണ കുഞ്ഞുങ്ങളെ, 2 സൂത്രം പറഞ്ഞാട്ടെ. തേപ്പുകളേറ്റുവാങ്ങാൻ മുണ്ണ കുഞ്ഞുങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.